ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കഥ പറയാൻ വേണ്ടിയിട്ടാണ്. ഈ കഥ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഇതിൻ്റെ ഗുണപാഠം വലിയവർക്കും ചിന്തിക്കാം. ഇത് ഒരുപോലെ എല്ലാവരെയും സ്വാധീനിക്കുന്നതാണ്. ഏത് കഥ പറയണം എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് എൻ്റെ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ ഒരു കഥയാണ്. ഈ കഥ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും കൂടിയിട്ടാണ്. അപ്പോൾ കഥയുടെ പേര് ആനയും തയ്യൽക്കാരനും. പേര് കേട്ടപ്പോൾ തന്നെ വലിയവർക്കൊക്കെ അറിയായിരിക്കുമല്ലേ കഥ എന്താണെന്ന്. എന്നിരുന്നാലും ഇതറിയാത്ത കുട്ടിക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ശരി, കഥ നമുക്ക് തുടങ്ങാം. അപ്പോൾ കഥ തുടങ്ങുന്നത് അങ്ങനെ ഒരമ്പലത്തിൽ വെച്ചിട്ട്. ആ അമ്പലത്തിൽ നല്ലവരായ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ ആ അമ്പലത്തിൽ ഒരു ആനയുണ്ടായിരുന്നു. ആനക്കുട്ടി, ഒരു കുട്ടി കേട്ടോ. അപ്പോൾ ആനക്കുട്ടിയുടെ പേര് ശങ്കരൻ എന്നായിരുന്നു. എന്നിട്ട് ഈ ശങ്കരനെ എല്ലാവർക്കും, അവിടെയുള്ള നാട്ടുകാർക്കും ഈ അമ്പലവാസികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കുട്ടിയൊക്കെ നല്ല ചിരിച്ച് കളിച്ച് ഇങ്ങനെ എല്ലാവരുടെ അടുത്തൊക്കെ തുമ്പിക്കൈകൊണ്ടൊക്കെ ഇങ്ങനെ ആട്ടി അങ്ങനെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു പാവം കുട്ടിയായിരുന്നു ശങ്കരൻകുട്ടി. അപ്പം ഇവൻ്റെ പാപ്പ ഇവനെയും കൊണ്ട് എന്നും തൊട്ടടുത്തുള്ള പുഴയിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമായിരുന്നു. ആ പോക്ക് അവരെ സംബന്ധിച്ച് ഒരു ഉത്സവമായിരുന്നു. നാട്ടുകാരെല്ലാം നോക്കി ഇവനെ ചിരിച്ച് ഇവനോടൊരോരോ ചെറു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവരെന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ, പഴമോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ശർക്കരയോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അതൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷിപ്പിച്ച് ഇങ്ങനെ കുളിക്കാൻ പോയി അതിന് തിരിച്ചു വരും. അവനെ സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നു. ഇവനിങ്ങനെ പുഴയിലോട്ട് പോകുന്നതിനിടയ്ക്ക് നമ്മുടെ ഒരു തയ്യൽക്കട ഉണ്ടായിരുന്നു. ആ തയ്യൽക്കടക്കാരൻ്റെ പേര് വാസു എന്നായിരുന്നു. അപ്പോൾ വാസു ചേട്ടന് ഇവന് ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവൻ എന്നും വരുമ്പോൾ ഇവന് ഒരു പഴമോ എന്തെങ്കിലും കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇവനത് വാങ്ങിക്കഴിച്ചിട്ട് ഒരു ചിരിയും ഒരു നന്ദി പ്രകടനമൊക്കെ നടത്തിയിട്ടങ്ങ് പോകും. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവൻ അമ്പലത്തിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ, ശങ്കരൻകുട്ടി. പക്ഷെ വാസു ചേട്ടൻ്റെ അടുത്ത് ആരോ തയ്ക്കാൻ കൊടുത്തിട്ട് തിരിച്ച് മേടിച്ചപ്പോൾ മര്യാദയ്ക്ക് പൈസ കൊടുക്കുകയോ ഒരാളായിട്ട് ഭയങ്കര വഴക്കുണ്ടായി. അപ്പോൾ വാസുചേട്ടൻ ആകെ സങ്കടവും ദേഷ്യവും ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ദേഷ്യം പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഇവൻ്റെ വരവ്. ഇവൻ വന്നിട്ട് തുമ്പിക്കൈ ഇങ്ങനെ നീട്ടി, സാധാരണ പഴം കിട്ടാൻ വേണ്ടിയിട്ട് തുമ്പിക്കൈ ഇങ്ങനെ നീട്ടി. അപ്പോഴത്തേക്കും വാസുചേട്ടൻ നല്ല ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വാസുചേട്ടൻ്റെ കയ്യിലിരുന്ന് സൂചി വെച്ചിട്ട് അവൻ്റെ തുമ്പിക്കൈ ഇട്ടിട്ട് ഒറ്റ കുത്തു കൊടുത്തു. ഓ, ശങ്കരൻകുട്ടിക്ക് അങ്ങ് വേദന എടുത്ത് അങ്ങ് വയ്യാണ്ടായി. എന്താ കാരണം എന്നറിയാമോ? വാസുചേട്ടൻ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കാമെന്നോ അവൻ അറിഞ്ഞോ? ഇല്ല. എന്നിട്ട് ഇവനെയും കൂട്ടി പാപ്പാനങ്ങ് പുഴയിൽ പോയി കുളി കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്ത് അവൻ അങ്ങ് ദേഷ്യം, അവൻ്റെ മനസ്സിലും ഇതേപോലെ എന്തിനെന്നെ ഇങ്ങനെ വേദനിപ്പിച്ചു എന്നുള്ളൊരു ദേഷ്യം വിഷമവും ഇരിപ്പുണ്ടല്ലോ. അപ്പം പാപ്പാൻ കാണാതെ അവൻ അവിടെ നിന്ന് പുഴയിൽ ചെളിവെള്ളം തുമ്പിക്കൈയിൽ ശേഖരിച്ച് വെച്ചു. എന്നിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഈ നമ്മുടെ വാസുചേട്ടൻ്റെ കടയുടെ മുന്നിൽ എത്തിയപ്പോൾ അവിടെ നിന്നിട്ട് വാസുചേട്ടൻ്റെ അടുത്തോട്ട് ഒറ്റ ചീറ്റിലത് ചീറ്റി. വാസുചേട്ടൻ ഫുൾ നനഞ്ഞു. കയ്യിലിരുന്ന് തയ്ച്ചുകൊണ്ടിരുന്ന തുണി നനഞ്ഞു. ഓൾറെഡി തയ്ച്ച് വെച്ചിരുന്ന തുണികളെല്ലാം ഈ ചെളിവെള്ളത്തിൽ അങ്ങ് നനഞ്ഞു പോയി. അപ്പോഴത്തേക്കും വാസുചേട്ടൻ്റെ കാര്യം മനസ്സിലായിട്ട് വാസുചേട്ടൻ വന്നിട്ട്, എടാ നീ എന്നോട് ക്ഷമിക്കും, ഞാൻ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യൂല എന്നും പറഞ്ഞ് അവനോട് സോറി പറഞ്ഞു. അപ്പോൾ അവൻ തിരിച്ച് സന്തോഷമായിട്ട് ചിരിച്ച് കാണിച്ച് തുമ്പിക്കൈ കൊണ്ട് ഇയാളെ ഉമ്മ വെക്കുന്ന പോലെ ഒരു തലോടി എന്നിട്ട് പോയി. അപ്പോൾ ഇതാണ് കഥ. പക്ഷെ കഥയുടെ ഗുണപാഠമാണ് വലുത്. എന്താണ് ഗുണപാഠം എന്ന് വെച്ചാൽ, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമുക്ക് തിരിച്ച് മറ്റുള്ളവരും ചെയ്തു തരാം. നമ്മൾ നന്നായി പെരുമാറിയാൽ നമ്മളോട് മറ്റുള്ളവരും നന്നായി പെരുമാറും. കഥയുടെ ഗുണപാഠം അതിലേറെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീണ്ടും നല്ലൊരു കഥയായിട്ട് നമുക്കൊക്കെ തിരിച്ചു വരാം. അതുവരെ ബൈ, ടാറ്റാ.